വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭ പിടിച്ചെടുക്കാനുള്ള ബിജെപിയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. നഗരസഭാ വാർഡുകളിൽ ജനകീയ അദാലത്തുകൾ സംഘടിപ്പിച്ചാണ് രാഷ്ട്രീയ പ്രചരണത്തിന് തുടക്കമിട്ടത്. അരുവിക്കരയിലെ മിന്നുന്ന പ്രകടനം നൽകിയ ആത്മവിശ്വാസത്തോടെയാണ് ബിജെപിക്ക് ഏറെ സ്വാധീനമുള്ള പാലക്കാട് നഗരസഭയിൽ ഭരണം പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിന് തുടക്കം കുറിച്ചത്. ഇതിന്റെ ആദ്യപടിയായി നഗരസഭാ വാർഡുകളിൽ ജനകീയ അദാലത്തുകൾ സംഘടിപ്പിച്ച് പരാതികൾ ശേഖരിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് മുതൽ പെൻഷൻ കാര്യങ്ങളിൽ വരെ സഹായിക്കാനാണ് ബിജെപി പ്രവർത്തകരും ജനപ്രതിനിധികളും രംഗത്തിറങ്ങിയിട്ടുള്ളത്. ജനകീയ അദാലത്തിൽ പരാതി നൽകുന്നവർക്ക് രസീത് ഉൾപ്പെടെ നൽകുകയും പിന്നീട് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ വോട്ടറെ നേരിട്ട് വിളിച്ചറിയിക്കുകയും ചെയ്യും. ഇതിനായി പ്രത്യേക കമ്മിറ്റി തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിൽ നഗരസഭ പിടിച്ചെടുക്കുന്നതിനുള്ള എല്ലാ ശ്രമവും നടത്തുമെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് കൃഷ്ണകുമാർ വ്യക്തമാക്കി. കഴിഞ്ഞ തവണ ബിജെപിക്ക് ചുണ്ടിനും കപ്പിനും ഇടയിൽ ഭരണം നഷ്ടപ്പെട്ട നഗരസഭയാണ്. ഇത്തവണ ഞങ്ങൾ വളരെ സജീവമായിട്ട് തന്നെ വളരെ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭാ പരിധിയിൽ 31ഓളം ബൂത്തുകളിൽ ഞങ്ങൾ ഒന്നാം സ്ഥാനത്താണ്. തീർച്ചയായിട്ടും ഇത്തവണ നഗരസഭാ ഭരണം പിടിക്കാൻ കഴിയുന്നുള്ള ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ. 52 വാർഡുകളുള്ള നഗരസഭയിൽ നിലവിൽ 15 ബിജെപി അംഗങ്ങളാണുള്ളത്. ഇതിനു പുറമെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഗരസഭയിലെ 31 വാർഡുകളിൽ ഒന്നാം സ്ഥാനത്തും 6 രണ്ടാം സ്ഥാനത്തും വന്നത് ബിജെപിക്ക് പ്രതീക്ഷ നൽകുന്നു. ഇതിനു പുറമെ തങ്ങളുടെ അംഗത്വം നഗരസഭയ്ക്കുള്ളിൽ 5000-ൽ നിന്ന് 16,000 ആയി വർദ്ധിച്ചതും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ടെന്നാണ് ബിജെപി ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നത്. റിപ്പോർട്ടർ, പാലക്കാട്.